അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ പറ്റി പഠിക്കാത്ത ഏതെങ്കിലും പോലീസ് ഓഫീസർമാരുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തികളെ സ്വർഗത്തിൽ ജീവിക്കുന്നവരായി ജീവിക്കേണ്ടി വരും. പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ നാണം കരേണ്ടി വരും. ഞങ്ങളൊരു വിഷയത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ കൃത്യമായ അതിന്റെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് അത് എത്രത്തോളം ആഴമുണ്ട്, അതിനെത്രത്തോളം നീളമുണ്ട്, അതിനെത്രത്തോളം വീതിയുണ്ടെന്ന് പഠിച്ച് ഇത് അവസാനം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കൃത്യമായി ഞങ്ങൾ പഠിച്ചതിന് ശേഷമേ ഒരു കാര്യം ജനങ്ങളെ മുന്നിൽ പറയുകയുള്ളൂ. ഇതിവിടുത്തെ ഒരു പക്ഷേ കുറ്റ്യാടിയിലല്ലാത്ത പോലീസുകാർക്ക് അറിയാമായിരിക്കും. നാദാപുരത്തെ എന്റെ സുഹൃത്തുക്കളായ പോലീസുകാരുണ്ട്, ഇവർക്കൊക്കെ അറിയാം. ഞങ്ങള് സ്ഥിരമായി പല വിഷയങ്ങളിലും സമീപക്കാരുണ്ട്. ഞങ്ങൾ കൊടുക്കുന്നത് ഒരു ശരിയാണെന്ന് അവർ പറയാറുമുണ്ട്. പക്ഷേ കുറ്റ്യാടിയിലെ ചില പോലീസുകാർക്ക് STPയെ ഭീഷണിപ്പെടുത്തി ഇതിൽ നിന്ന് പിൻവലിക്കണം, അല്ലെങ്കിൽ ഇതിൽ പിന്മാറണം. നിങ്ങള് ദിവാസ്വപ്നം കാണുകയാണ്, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോ ഇവിടെ വേണ്ടത് ഒരു മത്സര ബുദ്ധിയാണ് ഈ കേസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഇവിടുത്തെ പോലീസുകാര് മേലുദ്യോഗസ്ഥരായ DYSPയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായ അന്വേഷണം നടക്കണം. ഇതിന്റെ കൃത്യമായ പ്രതികളെ പുറത്തു കൊണ്ടുവരണം. അതില് നിങ്ങളൊരു മടിയും കാണിക്കേണ്ടതില്ല, അതിൽ രാഷ്ട്രീയം നോക്കേണ്ടതില്ല. നമ്മൾ കണ്ടു, നമ്മുടെ നാട്ടിലെ MP ഉണ്ട് ഷാഫി പറമ്പില് കൃത്യമായി ഒരു വിദ്യാർത്ഥി കൂട്ടായി കച്ചവടം വെച്ചാൽ പോലും അവിടെ വന്ന് ലൈവിടുന്ന MPയെ നമ്മൾ കുറ്റ്യാടി വിഷയത്തിൽ കണ്ടില്ല. ആരെയാണ് ഭയപ്പെടുന്നത്? മനസ്സിലാവേണ്ടതുണ്ട്. ആരെയാണ് നമ്മുടെ നാട്ടിലെ MP ഭയപ്പെടുന്നത്? നമ്മുടെ നാട് കുറ്റ്യാടിയിലെ MLA കുഞ്ഞമ്മദിക്കുട്ടി മാഷിയുടെ നാട്ടിലെ MLAയുടെ മുക്കിന് താഴെയാണ് ഈ പ്രശ്നം നടന്നിട്ട് പോലും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ MLA തയ്യാറായില്ല. നിങ്ങൾ ആരെ ഭയപ്പെടും? ഞങ്ങൾ പറഞ്ഞു, ഇവിടെ ചില രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതിൽ ബന്ധമുണ്ട്. ഞങ്ങളെ കയ്യിൽ തെളിവുണ്ട്, ഇവിടുത്തെ മീഡിയകളുടെ കയ്യിൽ അതിന് തെളിവുണ്ട്. പോലീസിന് മാത്രം അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? ഒരു പക്ഷേ നിങ്ങളെ പൊട്ടം കളിക്കുകയാണെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. അത് നിങ്ങൾക്ക് ഇതോടുകൂടി അവസാനിപ്പിച്ച് കൃത്യമായ അന്വേഷണങ്ങൾ നടത്തി പോലീസ് സേനയെ പോലും നാണം കെടുത്തുന്ന ഈ കേസിൽ നിന്നും ജനങ്ങൾക്ക് ഭീതി അകറ്റിക്കൊണ്ട് അതിന്റെ പ്രതികളെ എത്ര വലിയ ഉന്നതരായാൽ പോലും നമ്മൾ പുറത്തു കൊണ്ടുവരണം. പൈസയുടെ കാര്യത്തിലോ സ്വാധീനത്തിന്റെ കാര്യത്തിലോ ഈ കേരള പോലീസിനെ പിടിച്ചു കെട്ടാനാവില്ല എന്ന് പല കേസുകളിലും തെളിയിച്ച പോലീസ് ഓഫീസർമാരുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ട്, അവരെ നിങ്ങൾ ഇറക്കണം. ഈ കേസ് അന്വേഷിക്കണം. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം.